203 പേജ്. ട്രൂ ടോളറൻസ്, യഥാർത്ഥ സഹിഷ്ണുത. വലിയൊരു കാര്യമാണ്. എന്താണ് യഥാർത്ഥമായിട്ടുള്ള സഹിഷ്ണുത? വിചാരിക്കുന്ന സഹിഷ്ണുതല്ല, യഥാർത്ഥ സഹിഷ്ണുത. രണ്ട് ഭാഗമാണ് ഇതിലെ. ഫസ്റ്റ് ഭാഗം ഗ്രേ പോയിന്റ് ജാനുവരി 1962 ലേഖനം. രണ്ടാമത്തെ ഭാഗം 12 പേജ് 92. നോക്കട്ടെ, ഗ്രേ പോയിന്റ് ജാനുവരി 1962 എടുക്കട്ടെ. ദിസ് മാറ്റർ ഓഫ് ഫിയർ എന്നും പറഞ്ഞിട്ടുള്ള ആ ലേഖനം, ആ ലേഖനത്തിനാണ് എടുത്തിട്ടുള്ളത്. ഭയത്തിനെ കുറിച്ചുള്ളത്. ഇത് കട്ടഞ്ഞായ ഞാൻ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ശബ്ദം നിങ്ങൾക്ക് ചിലപ്പോൾ അലോസരം ഉണ്ടാക്കും. Gradually we began to be able to accept the other fellow's sins as well as his virtues. It was in this period that we coined the potent and meaningful expression, "Let us always love the best in others and never fear their worst." Quotation level. നോക്കൂ, ഇത് ഈ ലേഖനം എന്തിനെ കുറിച്ചാണ്? ദിസ് മാറ്റർ ഓഫ് ഫിയർ, ഫിയറിനെ കുറിച്ചാണ്. ഇത് വലിയ ഒരു കാര്യമാണ്. ഫിയർ ആണ് സത്യത്തിൽ എല്ലാ കാര്യത്തിലും നമ്മളെ പുറകിലോട്ട് എടുക്കും. മനുഷ്യരൊക്കെ അതെ, ആൾക്കോളൊക്കെ പറയും വേണ്ട. ഇതില് ആ ട്രൂ ടോളറൻസിലേക്ക് വരാനുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോ gradually we began to be able to accept the other fellow's sins as well as his virtues. ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിന് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ വളരെ അധികം കൂടുതൽ വിപുലമാക്കണം ചെയ്യുന്നത്. ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ദേ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇതിന് മുമ്പത്തെ ഒരു ലേഖനം ഉണ്ട്, വാട്ട് ഈസ് ആക്സെപ്റ്റൻസ് പറഞ്ഞിട്ട് വില്ലുബ്ലിയന്റിന്റെ ഗ്രേ പോയിന്റ് വന്ന ഈ ലാംഗ്വേജ് അവതാരണ ബുക്കിലുണ്ട് ലേഖനം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതിലേക്കാണ് ഈ ദിസ് മാറ്റർ ഓഫ് ഫിയറിലേക്കും അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെ ഫിയർ പറഞ്ഞ ശരിക്കും എന്താണ് ഫിയർ? വാട്ട് ഈസ് ഫിയർ? അതായത് എനിക്ക് എന്തോ സംഭവിക്കും എന്നുള്ള എൻ്റെ മനസ്സിലെ ഒരു ശരിയല്ലാത്ത ഒരു ധാരണയാണ് ഫിയർ. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട്, അതായത് എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ഫിയർ എന്താണെന്ന് ഞാൻ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അതിന് വളരെ ബാലിശമായിട്ട് തോന്നും. ഞാൻ എന്തിനെ കുറിച്ചാണോ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ആശങ്ക ഭയം ഉണ്ടായിരുന്നത്, അതൊന്നും അങ്ങനെ ആയിരിക്കില്ല സംഭവിച്ചിട്ടുണ്ടാവുക, വേറെ ഏതെങ്കിലും വഴിക്കാവും സംഭവിച്ചിട്ടുണ്ടാവുക. സോ അത് വളരെയധികം അപ്പൊ അതിന് എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിലേക്കാണ് വരുന്നത്. ട്രൂ ടോളറൻസ് നമ്മൾ എങ്ങനെ എടുക്കുന്നു? ഗ്രാജുവലി വി ബിഗാൻ ടു ബി ഏബിൾ ടു ആക്സെപ്റ്റ് ദ അതർ ഫെലോസ് സിൻസ് ആസ് വെൽ ആസ് വെർച്യൂസ്. ഇവിടെ ആദ്യത്തെ കാര്യം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങളെയും അതേപോലെ അവരുടെ സിൻസ് എന്നാണ് പറഞ്ഞിട്ടില്ല, പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ചീത്ത പ്രവൃത്തികളെയും അതിനെ നമ്മൾ അംഗീകരിക്കും. ഇത് എവിടെ നമ്മൾക്ക് സംഭവിക്കണം? ആദ്യമായിട്ട് സംഭവിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. പൊതുവെ എയില് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഒരുമിച്ച് ആണല്ലോ നമ്മൾ ചെയ്യുക. അപ്പൊ ഈ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ആണ് ഈ റിസൺമെന്റിന്റെ ലിസ്റ്റും ഫിയറിന്റെ ലിസ്റ്റൊക്കെ എടുക്കുന്ന സമയത്താണ് ഇത് കൂടുതൽ വരിക, ഈ പ്രശ്നം. അപ്പോൾ ഇപ്പൊ എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചിട്ട് ഞാൻ പലരും എന്നോട് തെറ്റ് ചെയ്തു എന്നുള്ള വിശ്വസിച്ചും കൊണ്ടായിരുന്നു ഞാൻ അവരോടൊക്കെ വിദ്വേഷം വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷെ പിന്നീട് അത് ഈ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതങ്ങനെയല്ല, അതെന്റെ തെറ്റായ ധാരണയാണ്. അപ്പൊ അങ്ങനെ ചിലവരോട് വിദ്വേഷം മാത്രമല്ല, ചില കാര്യങ്ങളോടുള്ള ഭയം, അതും വലിയൊരു കാര്യമാണ്. അതായത് ഫോർ എക്സാമ്പിൾ,
എന്തിനെ കുറിച്ചുള്ള ഭയത്തെ കുറിച്ചൊക്കെ പറയാം. ഇപ്പൊ ലോൺ അടവ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് എൻ്റെ ഈ ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു. ഞാൻ ഏലൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. സുബോധത്തിലിരിക്കുന്ന സമയത്ത് ഈ ഹൗസിംഗ് ലോണിന്റെ ഇത് ഓട്ടോമാറ്റിക് എൻ്റെ മാസമുള്ള എൻ്റെ പെൻഷനിൽ നിന്ന് പിടിച്ചു പോവുകയാണ് ചെയ്യുക. ബട്ട് അറ്റ് ടൈംസ് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഹൗസിംഗ് ലോണിന്റെ 18-ാം തീയതി ആയിരുന്നു അത് കട്ട് ചെയ്തിരുന്നത്. ബട്ട് എനിക്ക് അതിന് മുമ്പ് തന്നെ പെൻഷൻ എൻ്റെ കയ്യിൽ വരും, എൻ്റെ അക്കൗണ്ടിൽ വരും. പല സമയത്തും വേറെ അത്യാവശ്യങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പെൻഷൻ്റെ മാക്സിമം തുക ഞാൻ പിൻവലിക്കും. എന്നിട്ട് ഞാൻ ഒരു 16-ാം തീയതി 15-ാം തീയതി 16-ാം തീയതി ആകുമ്പോൾ തിരിച്ചടയ്ക്കും ഈ ഹൗസിംഗ് ലോണ് വേണ്ട തുക എത്രയോ അത്. പക്ഷേ ഓരോ തവണയും ഈ 10-ാം തീയതിക്കുള്ളിൽ മറ്റേ പൈസ എടുത്ത് ചെലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ആശങ്ക ഉണ്ടാവും, ഒരു ഫിയർ ഉണ്ടാവും, ഇനി എങ്ങനെ ഞാൻ ഈ 15-ാം തീയതിക്ക് അടയ്ക്കാം. അപ്പോൾ എൻ്റെ ഹൗസിംഗ് ലോൺ 15 വർഷം കഴിഞ്ഞു. 15 വർഷത്തില് ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു ദിവസം ഡിലേ ആയി വന്നിട്ടുള്ളത്. പക്ഷെ എല്ലാ മാസവും എനിക്ക് ഭയങ്കര ആശങ്ക ഉണ്ടാവുക, അയ്യോ ഇത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാവില്ലേ. ഞാൻ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ ചിലപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാവില്ല, ഈ മറന്നു പോകും, ഭയങ്കര പ്രശ്നം അത് മറവി എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബാങ്കിന്റെ മുമ്പിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആവില്ലേ. ബ്ലാക്ക് മാർക്ക് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അടുത്ത ലോണ് ഞാൻ അപേക്ഷിക്കുമ്പോൾ എൻ്റെ മറ്റേ എന്താ പറയുക സിബിൽ സ്കോറും അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവില്ലേ. ഇങ്ങനെയൊക്കെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് പോകുന്നു. ഇത് മിക്കവാറും ഈ ഇതുപോലെ അഡ്വാൻസ് എടുത്ത് ചെലവാക്കുന്ന മിക്കവാറും എല്ലാ മാസങ്ങളിലൊക്കെ സംഭവിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു, ആ ഒരു പ്രാവശ്യം ഒരു ദിവസം ഡിലേ വന്നുള്ളൂ. അതൊരു 1 ഡേ ഡിലേ ആവുകൊണ്ട് എന്തുണ്ടായി, ഒന്നും സംഭവിച്ചില്ല. ഈവൺ അതിന് പോലും ഞാൻ വിചാരിച്ചു പിഴപ്പലിശ എന്തെങ്കിലും അവർ കിട്ടും, അതുണ്ടായില്ല. ഈവൺ ബാങ്ക് ക്വസ്റ്റ്യൻ പോലും ചെയ്തില്ല. ഭയങ്കര രസമായിരുന്നു അത്. ഞാൻ പക്ഷെ അതൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചു, എൻ്റെ പലിശ മേടിക്കും, ഇല്ലെങ്കിൽ എൻ്റെ ഇത് വരും. പക്ഷെ 1 ഡേ ആവുകൊണ്ട് ഒന്നും സംഭവിച്ചു. അപ്പൊ എൻ്റെ അറിവില്ലായ്മ ഒന്നും ഉണ്ടായിരുന്നു അവിടെ. കാരണം ഞാൻ ആ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ അത് അടച്ചില്ലെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നം. ഇതുപോലത്തെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പിന്നീട് തോന്നുക, പിന്നീട് ചിന്തിക്കും. ഇന്ന് എനിക്ക് ചിന്തിക്കുമ്പോ എന്താ പറയുക, എൻ്റെ ഹൗസിംഗ് ലോൺ തീർന്നിട്ട് ഇപ്പോ വർഷങ്ങളായി, 4-5 വർഷമായി ഹൗസിംഗ് ലോൺ തീർന്നു. അപ്പൊ എനിക്കിപ്പോ അതിനെ കുറിച്ച് വറിയല്ല. മാത്രമല്ല ഞാൻ ഇതിന് വേറൊരു പണിയും കൂടി ചെയ്തു. ഈ 18-ാം തീയതി എന്നുള്ള ഡേറ്റിനെ ഞാൻ മാറ്റിയിട്ട് 1-ാം തീയതിക്ക് ആക്കി. അപ്പോൾ എനിക്ക് എൻ്റെ പെൻഷൻ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മറ്റവൻ അടിച്ചോളും. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് ഇതായിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതാണ് ഈ മാറ്റുവാൻ പറ്റുന്നവയും മാറ്റുവാനുള്ള ധൈര്യം എന്ന് പറഞ്ഞ പോലെ. ഞാൻ ഒരു തവണ അത് ബാങ്കിൽ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു, മാനേജറോട് പറഞ്ഞു, എൻ്റെ പ്രോബ്ലം ഇതാണ്, എനിക്കിങ്ങനെ ഈ പ്രശ്നം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഞാൻ ഡേറ്റ് മാറ്റി തരാം. അങ്ങനെ അയാൾ ഡേറ്റ് മാറ്റി തന്നു. അത് വലിയൊരു സഹായമായി പിന്നീട്. അപ്പോൾ ഫിയറിൻ്റെയും ഇതൊക്കെ വരുമ്പോൾ എന്താണ്, ഞാൻ അത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രൂ ടോളറൻസ് ആയിട്ട് അതിന് എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ളത് മുമ്പിലോട്ട് വായിക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. We coined the potent and meaningful expression, let us always love the best in others and never fear their worst. ഇവിടെ ഇത് ഈ ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യമായിട്ടാണ് ഉദാഹരിച്ച് പറഞ്ഞത്, BW അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നത്. പക്ഷെ അത് ഫിയറിന്റെ കാര്യത്തിൽ ഒരു ഇൻഡിവിജ്വലിനോടുള്ള ഒരു കാര്യത്തിന് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ വെർച്യൂസും കൂടി നമ്മൾ കണക്കാക്കണം, അയാളുടെ സിൻസ് മാത്രമല്ല. അത് കണക്കാക്കുമ്പോൾ നമുക്ക് അയാളെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ആവശ്യമാണ്. സിറ്റുവേഷനെ അല്ലെങ്കിൽ പേഴ്സണെ നമ്മൾ അത് എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിന്റെ 2 കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോ ഇൻഡിവിജ്വൽസിനോടുള്ള ഫിയർ ആണെന്നുണ്ടെങ്കിൽ താങ്ക് ഗോഡ് എനിക്ക് അങ്ങനെ ഇൻഡിവിജ്വൽസിനോടൊന്നും ആരോടും ഫിയർ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ ഈ ഒരു ഇത് ബാധിക്കുന്നില്ല. എനിക്ക് സ്ഥാപനങ്ങളോടും ഒക്കെ ആയിരുന്നു എൻ്റെ, ഇല്ലെങ്കിൽ വേറെ ചില പ്രശ്നങ്ങളോടൊക്കെ ആയിരുന്നു എനിക്ക് ഫിയർ ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വൽസിന് എനിക്ക് ഒരാളും ഫിയർ ഉണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നത് ഒരു ബേസിക് പണ്ട് പോലെ ഒരു നിഷേധിയും എല്ലാത്തിനോടും എന്താ പറയാ യുദ്ധം വെട്ടി റബലായിട്ട് ജീവിക്കുന്ന ഒരാൾ കൊണ്ടായിരിക്കാം ഇൻഡിവിജ്വൽസിനൊന്നും ചെയ്യാറില്ല. ഒരു ചലഞ്ചിങ് ആറ്റിറ്റ്യൂഡ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം എനിക്കില്ല. പക്ഷെ എന്തായാലും ഇവിടെ നോക്കാം നമുക്ക്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് 12 and 12 ആണ്, പേജ് 92. യെസ്, പേജ് 92-ലെ രണ്ടാമത്തെ പാരഗ്രാഫ്, സെൻട്രലിന്റെ പാരഗ്രാഫ്. അവസാനമായി നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഒരു പരിധിവരെ വൈകാരികമായി ആതുരരാണെന്നും കൂടെ കൂടെ തെറ്റു ചെയ്യുന്നവരാണെന്നും നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥ സഹിഷ്ണുതയെ സമീപിക്കുകയും നമ്മുടെ സുഹൃത്തുക്കളോടുള്ള യഥാർത്ഥ സ്നേഹം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദേഷ്യപ്പെടുന്നതിലോ വളരുന്നതിന്റെ വേദനകളാൽ കഷ്ടപ്പെടുന്ന നമ്മെ പോലുള്ള ആൾക്കാരാൽ മുറിവേൽക്കപ്പെടുന്നതിലോ യാതൊരു അർത്ഥവുമില്ലെന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ വ്യക്തമാകും. ഇതിലെ അവസാനത്തെ ആ ഒരു വരി ഇതില് ഈ പാരഗ്രാഫിലുണ്ട്. അത് നമ്മളുടെ ആസ്വൽ സീറ്റിൽ എടുത്തിട്ടില്ലെങ്കിൽ കൂടി അതും കൂടി നമ്മളാണ് അതിന്റെ പൂർണ്ണത വരുള്ളൂ. നോക്കാം നമുക്ക് എന്താണെന്ന്. അവസാനമായി നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഒരു പരിധിവരെ വൈകാരികമായി ആതുരരാണെന്നും കൂടെ കൂടെ തെറ്റു ചെയ്യുന്നവരാണെന്നും നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥ സഹിഷ്ണുതയെ സമീപിക്കുകയും നമ്മുടെ സുഹൃത്തുക്കളോടുള്ള യഥാർത്ഥ സ്നേഹം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇത് ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഫോർത്ത് സ്റ്റെപ്പിന്റെ ആ ഭാഗങ്ങളിൽ വരുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ചും അവരും രോഗികളാണ് എന്നുള്ള നമുക്ക് എപ്പോഴാണ് ഒരാളോട് ക്ഷമിക്കാൻ സാധിക്കുന്നത്. ഇത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് പ്രയോഗത്തിൽ വരുത്തണ്ടേ? ഇത് പ്രയോഗത്തിൽ വരുത്താനുള്ള ഒരു ടൂളായിട്ടാണ് എനിക്ക് സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസിസിയുടെ പ്രെയർ ഉപയോഗിക്കാറ്. ഞാൻ ഉപയോഗിക്കാറ്. ഞാൻ അല്ലാണ്ട് വേറെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഒരവസരം ഉപയോഗിക്കുന്ന ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരും. സഹിഷ്ണുത കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് സെയിന്റ് ഫ്രാൻസിസ് അസിസിയുടെ പ്രെയർ? Lord, make me a channel of thy peace, that where there is hatred, I may bring love, that where there is wrong, I may bring the spirit of forgiveness. അത് 2 വരി മതി. 2 വരി കഴിഞ്ഞു. ബാക്കിയുള്ള പറയണമെന്നില്ല. ഈ 2 വരിയിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ 2 വരി. എന്താ? where there is hatred, I may bring love, where there is wrong, I may bring the spirit of forgiveness. എവിടെയാണോ എന്താ പറയാ വെറുപ്പുള്ളത് അവിടെ ഞാൻ സ്നേഹത്തിന്റെ വാഹകനാവട്ടെ. എവിടെയാണോ എന്താ പറയാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവിടൊക്കെ ഞാൻ ക്ഷമിക്കട്ടെ. എനിക്ക് അവരെ തെറ്റുകളിലോട് ക്ഷമിക്കാൻ സാധിക്കട്ടെ. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത തെറ്റുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സഹനത്തെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞത്. ഈ 2 വരി തന്നെ 2 വരി റിസൈറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ചൊല്ലുമ്പോഴേക്കും തന്നെ അത് നമുക്ക് ആ മീനിങ് കിട്ടും. യെസ്, അയാളും ഏതെങ്കിലും ഒരു രീതിയിൽ രോഗിയായിരിക്കും. ആൽക്കഹോളിക്കായിരിക്കണം എന്നില്ല. സ്വാർത്ഥത എന്ന രോഗത്തിന് അടിമപ്പെട്ടവൾ. അപ്പൊ സ്വാർത്ഥത ആർക്കാണ് ഉണ്ടാവുക? ആ സ്വാർത്ഥതയുടെ പ്രകടമായ വിവിധ രൂപങ്ങളാണ് നമ്മൾ നാനപടിയിലൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ആൾക്കാർ തെറ്റിലേക്ക് പോകുന്നതും ആൾക്കാർ ചിലപ്പോൾ എന്നോട് തെറ്റ് ചെയ്യുന്നതും ഇല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് ഫിയർ ഉണ്ടാവാനും എൻ്റെ സ്വാർത്ഥതയാണ് ഒരു പരിധിവരെ കാരണം. ചിലപ്പോൾ എൻ്റെ സുരക്ഷിതത്വ ബോധമാവാം, എൻ്റെ സാമൂഹ്യ ബോധമാവാം, എനിക്ക് വേറെ പല കാര്യങ്ങളോടുള്ള ഫിയർ ഉണ്ടാവാനുള്ള കാരണം. അപ്പം ഇതൊക്കെ കാരണം കൊണ്ട് എന്ത് സംഭവിക്കുന്നിരിക്കെ അനാവശ്യമായിട്ട് നമ്മൾ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നു. ആ ഫിയർ വരും. പക്ഷെ ആ സമയത്ത് ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ അവരായിട്ട് അംഗീകരിക്കുക. അതാണ് പറഞ്ഞ അവസാനമായി നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ഒരു പരിധി വരെ വൈകാരികമായി ആതുരരാണ്, രോഗാവസ്ഥയിലുള്ളവരാണ്. ഇത് തന്നെ ബിൽ ഡബ്ല്യു വേറൊരു സ്ഥലത്ത് സർവീസ് മാനുവലിന്റെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസ് സർവീസ് മാനുവലിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സർവീസ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞ സ്ഥലത്ത് സം മെമ്പേഴ്സ് ആർ more maladjusted than others. Some മെമ്പേഴ്സിനെ കൂട്ടിച്ചേർക്കണം. Some are more maladjusted than others. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആരും
മാനസികമായിട്ട് കൃത്യമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളവരല്ല, നമ്മളൊക്കെ മാൽ അഡ്ജസ്റ്റഡ് ആണ്. അതിൽ തന്നെ ചിലവർ മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും. ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് മിനിറ്റ് കൊണ്ട് ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റും. ക്ഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നേരെ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് മറക്കണം ചെയ്യും, അവർ ചെയ്ത തെറ്റുകളായാലും എന്തായാലും. അപ്പൊ ആ സമയത്ത് അവരുടെ വെർച്യൂസിനെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും. അങ്ങനെ വെർച്യൂസിനെ കണക്കിലെടുക്കുമ്പോൾ മറ്റുള്ളതിനെ ക്ഷമിക്കുകയും പൊറുക്കുകയും മറക്കുകയും ചെയ്തതിനു ശേഷം അവരുടെ നല്ല ഗുണങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മളിൽ നിന്നും അറിയാതെ തന്നെ ലവ് എന്നുള്ള ആ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു വികാരം പുറത്തേക്ക് വരും. ഇത് അറിയുന്നില്ല നമ്മൾ സംഭവിക്കുന്നു. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം, നമ്മളൊക്കെ സ്വാർത്ഥതയുള്ളവരാണ്. നമ്മളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ. കൊച്ചു കുഞ്ഞുങ്ങള് അവരൊക്കെ എന്ത് ചെറിയ തെറ്റുകൾ ചെയ്താലും നമ്മൾ ഇത്ര പെട്ടെന്ന് അവരോട് ക്ഷമിക്കും. നമ്മൾ ചിലപ്പോൾ അത് അവരുടെ വികൃതിയായിട്ട് കണക്കാക്കും. എന്നിട്ട് അങ്ങനെ കണക്കാക്കി കഴിഞ്ഞിട്ട് അവരോട് കൂടുതൽ സ്നേഹം തോന്നാം. ഈ കുട്ടികൾ വളർന്നു വരുന്ന ആ സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി, എങ്ങനെയായിരുന്നു നമ്മുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു. സോ ദിസ് ഈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ വൈകാരികമായിട്ടുള്ള രീതിയിൽ നമ്മളെ പലപ്പോഴും പിടിച്ചുലയ്ക്കുന്ന ഒരു കാര്യം തന്നെ ഭയമാണ്. അപ്പോൾ ഭയത്തിൽ നിന്നുള്ള മുക്തി വേണം, വിദ്വേഷത്തിൽ നിന്നുള്ള മുക്തി വേണം. ഇതിനൊക്കെ അവിടെ വേണ്ടതെന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് എവരിത്തിങ് ആസ് ദേ ആർ എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് മെയിൻ. ഇനി അപ്പോൾ വൈകാരികമായി ആതുരരാണെന്നും കൂടെ തെറ്റു ചെയ്യുന്നവരാണെന്നും നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥ സഹിഷ്ണുതയെ സമീപിക്കുകയും നമ്മുടെ സുഹൃത്തുക്കളോടുള്ള യഥാർത്ഥ സ്നേഹം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതാണ് ട്രൂ ലവ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ട്രൂ ടോളറൻസിൽ കൂടെയാണ് ട്രൂ ലവ്. ഇതാണ് യഥാർത്ഥ സഹിഷ്ണുത. ഈ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യകാലത്ത് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യം ആരെങ്കിലൊക്കെ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടിച്ചു പിടിച്ചിട്ട് അതിനെ എന്താ പറയാ അതാണ് സഹനം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി അതല്ല സഹനം. അതിനെ അതായിട്ട് അംഗീകരിച്ച് അവരോട് സഹജീവികളോടുള്ള സ്നേഹം കൊടുക്കുക, അതാണ് സഹിഷ്ണുത. ഇതൊക്കെ ഞാൻ പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 9th സ്റ്റെപ്പ്, 8th and 9th സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ 4th and 5th സ്റ്റെപ്പിലത്തെ ഫോർത്ത് സ്റ്റെപ്പിലെ കുറെ ഭാഗങ്ങൾ സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം 8th സ്റ്റെപ്പിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. അതിന്റെ കൂടെ 8th സ്റ്റെപ്പിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ എഴുതി തയ്യാറാക്കി ഒരു ലിസ്റ്റ് ആക്കുമ്പോൾ അതിനോട് പിന്നെ 9th സ്റ്റെപ്പിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഇപ്പൊ ഇതന്നെ നോക്കൂ, ഇത് 10ാം പടിയുടെ ലേഖനത്താണ് എടുത്തിട്ടുള്ളത്, 12 and 12. ഓക്കെ, അപ്പോ 4 മുതൽ 9 വരെയുള്ള പടികള് 1, 2, 3 പടികളിൽ നിലനിന്നുകൊണ്ട് 4 മുതൽ 9 വരെയുള്ള പടികൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കലാണ് 10ാം പടി. അപ്പൊ അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ എന്ത് പറ്റും, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള യഥാർത്ഥ സ്നേഹം എന്താണ് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇനി ഇത് മുഴുവിച്ചാലേ ഈ പാരഗ്രാഫ് മുഴുവിക്കണം, അപ്പോഴേ മുഴുവൻ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു വാചകം കൂടി വായിക്കുന്നുണ്ട്. ദേഷ്യപ്പെടുന്നതിലോ വളരുന്നതിന്റെ വേദനകളാൽ കഷ്ടപ്പെടുന്ന നമ്മെ പോലുള്ള ആൾക്കാരാൽ മുറിവേൽക്കപ്പെടുന്നതിലോ യാതൊരർത്ഥവുമില്ലെന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ വ്യക്തമാക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ദേഷ്യപ്പെടുന്നതിൽ യാതൊരു അർത്ഥമില്ല. വളരുന്നതിന്റെ വേദനകളാൽ കഷ്ടപ്പെടുന്ന നമ്മെ പോലുള്ള ആൾക്കാർ അവര് എന്തെങ്കിലും സംസാരിച്ചിട്ട് നമ്മൾക്ക് മുറിവേൽക്കുന്നത് ഒരർത്ഥമില്ല. അപ്പൊ അവരെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുറിവേൽക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നമ്മള് സാധാരണഗതിയിൽ സോറി പറയുമ്പോൾ, ഇപ്പൊ സാധാരണ നിത്യജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് സോറി പറയുമ്പോൾ എന്താ ചെയ്യാറ്? സാധാരണ നിങ്ങൾക്കത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എന്റെ സ്റ്റേറ്റ്മെന്റ്, ചിലപ്പോൾ എന്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആവാം. ആ ട്രൂ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ തിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് സത്യമാണ്. പക്ഷെ സത്യം പറയുമ്പോൾ ചിലപ്പോൾ അത് വേറൊരാൾക്ക് മുറിവേറ്റുണ്ടാവും. അത് നമ്മൾ അവിടെ സോറി പറയാൻ മടിക്കേണ്ടതില്ല.
നമുക്ക് ഇങ്ങനെ പറയാം അതിന്. എങ്ങനെ? ഞാൻ ഈ പറഞ്ഞ വസ്തുത താങ്കളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദിക്കുന്നു, അല്ലെങ്കിൽ ഐ എം വെരി സോറി. എന്താ എൻ്റെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ആ ഖേദപ്രകടനം നടത്താവും. ഇതുപോലെ തിരിച്ചാണ് ഈ പറയുന്നത്. നമ്മളോട് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എടുത്ത് നമ്മളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അതിന് യാതൊരു അർത്ഥമില്ല. അപ്പൊ അതിന് മുറിവേൽക്കപ്പെടേണ്ട കാര്യമില്ല, യാതൊരു അർത്ഥമില്ല. എന്തൊക്കെ ഇതുപോലത്തെ വലിയ വലിയ എന്താ പറയാ തത്വങ്ങൾ വേറെ യു കെൻ ഗെറ്റ്. ഇതാണ് ആൾ ഇതാണ് ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എയിലായിരിക്കണം. നോട്ട് അറ്റ് വി ഷുഡ് ബി ഇൻ എന്നുള്ളത്. ഇൻ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റൂ. ലിറ്ററേച്ചറുകൾ വളരെയധികം ആവശ്യം, ഒരു സ്പോൺസർ വളരെയധികം ആവശ്യം. എന്നെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് വായിച്ചാൽ മനസ്സിലാക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേറൊരാളുടെ കൂടെ സംസാരിക്കും വായിക്കുമ്പോൾ. ഇപ്പം ഞാൻ പറയാം, ഈ 12 ഞാൻ പറയുമ്പോൾ എൻ്റെ സ്പോൺസറുടെ കൂടെ അല്ല വായിച്ചിട്ടുള്ളത്. പക്ഷെ എൻ്റെ കൂടെ എന്താ പറയുക, സ്റ്റെപ്പ് വർക്കൗട്ട് ചെയ്യാനായിട്ട് എന്നോട് ഗൈഡൻസ് ചോദിച്ച ചില ആൾക്കാരുണ്ട്. അവരുടെ കൂടെ ഞാനിത് വായിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം ഗുണം കിട്ടുന്ന എനിക്കറിയില്ല. എന്തായാലും എനിക്കും അതുപോലെ ഗുണം കിട്ടുന്നുണ്ട്. അതോ അതിലധികമോ ഗുണം എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ഞാനും ആ സമയത്ത് ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗം വർദ്ധിച്ചുകൊണ്ടിരിക്കണം ഓരോ സമയത്തും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ സ്റ്റെപ്പ് ചെയ്യാന്ന് ഞാൻ പറയാറുണ്ട്. അല്ലാണ്ട് ഞാൻ ഒരാളെ കൊണ്ട് സ്റ്റെപ്പ് ചെയ്യിപ്പിക്കുകയാണെന്നൊന്നും ഞാൻ പറയാറില്ല. അതിനർത്ഥമില്ലെന്ന് എനിക്കറിയാം. കാരണം ബിക്കോസ് എനിക്കും അതുവേ ഗുണമാണ് കിട്ടുന്നത്. ഒരു ഒരു ആള് നമ്മുടെ ഒരു അംഗം ഒരു എന്താ പറയുക സ്റ്റെപ്പ് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റെപ്പ് വർക്കിനായിട്ട് സമീപിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം? എനിക്ക് ഒന്നുകൂടി ആ പാതയിൽ കൂടെ പോകാൻ എഗൈൻ എനിക്ക് അതില് എത്രത്തോളം ഗുണമാണ് എനിക്ക് കിട്ടുന്നറിയാം. അതുകൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയും. ആ വ്യക്തിക്ക് അതിന് തോന്നിപ്പിച്ചതിലാണ് നന്ദി പറയണത്. കാരണം ആ വ്യക്തിക്ക് സ്വയം ശുദ്ധീകരിക്കാനും സ്വയം ഒരു നല്ല പാതയിൽ പോവാനും തോന്നിപ്പിച്ച ദൈവത്തിനോട് നന്ദി പറയും. ഇനി ആ വ്യക്തി എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എനിക്കൊരു അവസരം കിട്ടണം, എനിക്കൊരു അവസരം കൂടി കിട്ടണം. ഞാൻ കുറേം കൂടി മെച്ചപ്പെട്ട രീതിയിൽ എന്നെ തന്നെ മാറ്റിയെടുക്കാനുള്ള ഒരു അവസരം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സാധാരണഗതിയില് ഈ ലോകത്ത് ഈവൻ വലിയ വലിയ സ്പിരിച്വൽ സ്പീക്കേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി സെന്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാത്തൊരു കാര്യം. അതുകൊണ്ടാണ് എത്രത്തോളം എക്ക് മൂല്യമുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇതുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും താങ്ക് യു പറയും. താങ്ക്സ് ആണല്ലോ മെയിൻ കാര്യം. ജീവിതം തന്നെ താങ്ക്സ് ആണ്. അത് പഠിപ്പിച്ചത് തന്നെ. എങ്ങനെയായാലും നോക്കാം നമുക്ക് ഈ പേജ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വാട്സപ്പ് എടുത്ത് കേട്ടോ. അതിലാണ് ജെയിംസ് ഭായ് ചാലക്കുടിയിലെ ജെയിംസാണ് അയച്ചു തരാൻ അവസരം. ജെയിംസ് അയച്ചു തരുന്നുണ്ട്. കാരണം ഇതൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലെയാണ്, പേജിൽ നിന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ ആരെങ്കിലും സഹായം ഉണ്ടെങ്കിൽ പറ്റും. നോക്കാം. ഈ ട്രൂ ടോളറൻസ് എന്നുള്ള ഈ പേജ് സൂചിപ്പിക്കുന്നത് ഒന്ന് ലവ്, സ്നേഹത്തിനാണ്, രണ്ട് ടോളറൻസിന്, സഹിഷ്ണുതയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ലവ് ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഇതിനോട് ചേർക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽക്കം.
ഒന്നുമില്ല, ആർക്കുമില്ല. മുന്നോട്ട് പോവാം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് 204. 204, ദി ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. ഇത് 12 and 12 എന്നാണ്, പേജ് 65. 12 and 12 ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ബിഗ് ബുക്കിലെ പടികളും ബാക്കിയുള്ള പ്രോഗ്രാമും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന് പറയണമെന്നുണ്ടെങ്കിൽ 12 and 12 അത് എന്താണ് എന്നുള്ളത് കൂടുതൽ വിശദീകരിച്ച് തന്നിരിക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ എന്നുള്ളത്, എന്താണ് ആ കാര്യം കൂടുതൽ നമ്മളെ ഇതാക്കുന്നത്. നമുക്ക് നോക്കാം. പേജ് 65, ആറാം പടി ലേഖനാണ്. യെസ്, പേജ് 65 ടോപ്പ് പാരഗ്രാഫ്. ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ, അതായത് നമ്മളെ സ്വഭാവം രൂപീകരണം, സ്വഭാവത്തിനെ നിർമ്മിച്ചെടുക്കാം. നോക്കാം, എന്തായാലും മലയാളം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ വായിക്കാം. ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫിന്റെ ഹാഫും വരുന്നുണ്ട് പേജ് 65. ജന്മസിദ്ധമായ ആഗ്രഹങ്ങളുടെ ധാരാളിത്വത്തോടെ നമ്മളിൽ ഭൂരിഭാഗവും ജനിച്ചതു കാരണം അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കപ്പുറം പരിധി വിട്ടുപോകാൻ നമ്മൾ അവയെ അനുവദിക്കുന്നു എന്നത് ഒരു തരത്തിലും വിചിത്രമല്ല. എപ്പോഴാണോ അവ നമ്മെ അന്ധമായി നയിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ സാധ്യമായതിനേക്കാൾ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നൽകുവാൻ കണിശമായി അവയോട് ആവശ്യപ്പെടുന്നത്, അപ്പോഴാണ് ഇവിടെ ഈ ഭൂമിയിൽ ദൈവം നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പരിപൂർണതയുടെ അളവിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത്. ഈ വായിക്കുമ്പോൾ വളരെ ടഫായിട്ട് തോന്നും, സാരില്ല, നമുക്കതിനെ സെന്റൻസും വേർഡ്സും ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പോവാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് കൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളുടെ കാര്യം തന്നെയാണിത്. സിക്സ്ത് സ്റ്റെപ്പ് അങ്ങനെയാണല്ലോ, അത് തന്നെയാണല്ലോ, അതിനെ നമ്മൾ അംഗീകരിക്കാനുള്ള. ഇനി നമ്മുടെ പെരുമാറ്റത്തിന്റെ കുറവുകളുടെ അളവാണ് ഇത്, അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കുന്ന പക്ഷം നമ്മുടെ പാപങ്ങളുടെയും. ഇനി നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായും നമ്മുടെ നാശത്തിലേക്കുള്ള പതനങ്ങൾക്ക് മാപ്പ് നൽകും. പക്ഷേ ഒരു ഉദാഹരണത്തിലും അവൻ നമ്മെ മഞ്ഞു പോലെ വെണ്മയുള്ളവരാക്കുകയോ നമ്മുടെ സഹകരണം കൂടാതെ ആ മാർഗം നമുക്കായി സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ഓക്കെ, നോക്കാം. ജന്മസിദ്ധമാണ് അത് എന്താണ് ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന്റെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. നമ്മൾ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ നമ്മുടെ ഈ ഡിഫക്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് ഇതിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുകയാണ്, അതിനെയൊക്കെ ലിസ്റ്റ് ചെയ്യുന്നു. ആ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു, ജന്മസിദ്ധമായ ആഗ്രഹങ്ങളുടെ ധാരാളിത്വത്തോടെ നമ്മളിൽ ഭൂരിഭാഗവും ജനിച്ചതു കാരണം. അപ്പൊ ജന്മസിദ്ധമായിട്ട് ജനിച്ചതാണ്. ഇതിനെയാണ് നമ്മൾ ജന്മവാസനകൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സഹജാവബോധം എന്ന് പറയും, ബേസിക് ഇൻസ്റ്റിങ്സ് എന്ന് പറയും ഇംഗ്ലീഷിലെ. ഇതൊക്കെ ഒന്ന് തന്നെയാണ് ഇത്. അപ്പൊ ആ ആഗ്രഹങ്ങളുടെ ധാരാളിത്വത്തോടെ നമ്മൾ ഭൂരിഭാഗവും ജനിച്ചത് കാരണം അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം പരിധി വിട്ടുപോകാൻ നമ്മൾ അവയെ അനുവദിക്കുന്നു എന്നത് ഒരു തരത്തിലും വിചിത്രമല്ല. അത് വിചിത്രമേ അല്ല. നമ്മൾ അതായത് ഉദാഹരണത്തിന് എനിക്കിപ്പോ എൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് എനിക്കൊരു 8 ലക്ഷം രൂപ കാറ് വാങ്ങാനുള്ള എൻ്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് പലപ്പോഴും ഞാൻ പല എന്താ പറയാ കമ്പനികളുടെയും പല മോഡലും ഒക്കെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മോഹം തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടിയിലേക്ക് പോകും. ഞാൻ അവിടെ ചോദിക്കുന്നില്ല എനിക്ക് ശരിക്കും ഇത് ആവശ്യമുണ്ടോ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് എനിക്ക് താങ്ങാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ അത് എന്നെ നാളെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്നെ പ്രോബ്ലത്തിൽ വരും. പക്ഷെ എൻ്റെ ആഗ്രഹം സ്ട്രെയിറ്റ് അവേ അങ്ങനെ എടുക്കും. ഇനിയിപ്പോൾ ഞാനത് വാലിഡേറ്റ് ചെയ്യുമ്പോഴായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുക, ഞാൻ ഷോറൂമിൽ പോകുമ്പോഴായിരിക്കും. ഞാൻ ഉദ്ദേശിച്ച് ഇവിടുന്ന് പോകുന്ന ഒരു പർട്ടിക്കുലർ മോഡൽ, പർട്ടിക്കുലർ വേരിയന്റിന് വേണ്ടിയിട്ടാവും ഞാൻ പോണത്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സെയിൽ പേഴ്സൺസ് നമ്മളെ ചിലപ്പോൾ കുറച്ചും കൂടി വലിയ ഒരു ഇതിലേക്ക് പെടുത്തും. അതെന്താണ് കാരണം? അത് സ്വാഭാവികമാണെന്നാ പറഞ്ഞ, ജന്മസിദ്ധമായ ആഗ്രഹങ്ങളുടെ ധാരാളിത്വത്തോടെ
നമ്മളിൽ ഭൂരിഭാഗവും ജനിച്ചത് കാരണം. അതിന്റെ കാരണം ഇതാണ്. അങ്ങനെ ജനിച്ചുകൊണ്ട് അവയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അപ്പുറം പരിധി വിട്ടുപോകാൻ നമ്മൾ അവയെ അനുവദിക്കുന്നു എന്നത് ഒരു തരത്തിലും വിചിത്രമല്ല. ഇറ്റ് ഈസ് നോട്ട് സ്ട്രേഞ്ച്, ഇറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മളുടെ ജനിച്ചപ്പോഴേ നമുക്ക് ഇതൊക്കെ ഈ ആഗ്രഹങ്ങൾ കൂടുതലുള്ള ആൾക്കാരാണ്. അത് ഓക്കെ. എപ്പോഴാണോ അവ നമ്മെ അന്ധമായി നയിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ സാധ്യമായതിനേക്കാൾ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതിനേക്കാൾ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും നൽകുവാൻ കണിശമായി അവയോട് ആവശ്യപ്പെടുന്നത്, അപ്പോഴാണ് ഇവിടെ ഈ ഭൂമിയിൽ ദൈവം നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഓക്കെ പരിപൂർണതയുടെ അളവിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. അതായത് നമ്മളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധ്യമായതിനേക്കാൾ കൂടുതലാവാം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന എന്ന് കണക്കാക്കിയിട്ട് അത് തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത്. അപ്പാണ് എന്താ ദൈവം നമുക്ക് അനുവദിച്ചു തന്നതിനേക്കാൾ കൂടുതൽ നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അല്ല ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ അവയിൽ നിന്നൊക്കെ അകന്നു പോകുന്നത്. അതായത് ഇതിന്റെ മോഡറേറ്റ് ഇതെന്ന് നമ്മൾ ഒരു മോഡസ്റ്റി എന്ന് പറയും, മോഡസ്റ്റി ഓഫ് ലൈഫ്, അതിന്ന് നമ്മൾ അകന്നു പോകുക. ആഗ്രഹങ്ങളാണ് നയിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾ, അത് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ജന്മവാസനകൾ വന്യമായി തീർന്നതാണ്. 4-ാം പടിയിലെ ലേഖനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ജന്മവാസനകൾ വന്യമായി തീർന്നതാണ്. വന്യമാവെന്ന് പറഞ്ഞാൽ അത് പരിധി വിട്ടു പോവുക, അത് തന്നെ ബിയോണ്ട് കൺട്രോൾ, ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വന്നതെന്ന് പറയുന്നത്. അതുപോലെ അതിന് വേറൊരു ഭാഷയിൽ പറഞ്ഞു. ഓക്കെ. ഇനി നമ്മുടെ പെരുമാറ്റത്തിന്റെ കുറവുകളുടെ അളവാണ് ഇത്. അപ്പൊ ഇതെന്താണ്? നമ്മളുടെ പെരുമാറ്റത്തിന്റെ കുറവുകൾ. ഒരു മിനിറ്റ്, ഞാൻ ഇംഗ്ലീഷിൽ നോക്കട്ടെ, അത് ചെറിയൊരു സംശയം വരട്ടെ. That is the measure of our character defects, or if you wish, of our sins. അതെ, പെരുമാറ്റത്തിന്റെ അല്ല, നമ്മളുടെ ക്യാരക്ടർ ഡിഫക്റ്റ്. നമ്മളുടെ വെറും പെരുമാറ്റമല്ലോ ക്യാരക്ടർ, സ്വഭാവത്തിന്റെ. അപ്പൊ പെരുമാറ്റത്തിന്റെ എന്നുള്ളത് ഇവിടെ സ്വഭാവത്തിൻ്റെതാണ്. അപ്പൊ അത് നമ്മളുടെ സ്വഭാവത്തിൻ്റെയാണ്. എന്താണ്? സ്വഭാവത്തിന്റെ കുറവുകളുടെ അളവാണ്. കുറവുകളെന്നോ അല്ലെങ്കിൽ വൈകല്യങ്ങൾ എന്ന് പറയാം. അപ്പൊ സ്വഭാവ വൈകല്യത്തിന്റെ എന്നാക്കാം. ഇത് ഞാൻ എഴുതിട്ട് സ്വഭാവ വൈകല്യങ്ങളുടെ അളവാണ്. അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ നമ്മളിപ്പോ ഒരു മതപരമായ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കുന്ന പക്ഷം നമ്മുടെ പാപങ്ങളുടെയും നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെയും നമ്മൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആ പാപങ്ങളുടെയൊക്കെ ഒരു അളവാണ് ഇത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ സ്വഭാവ വൈകല്യങ്ങൾ എത്രത്തോളം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വലിയൊരു ഉദാഹരണം പറഞ്ഞില്ലേ, ഈ കാർ വാങ്ങാൻ പോണത്. ദിസ് ഈസ് അപ്ലിക്കബിൾ ടു എല്ലാ മേഖലയിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാ മേഖലയും. അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാനൊരു വിവാഹം കഴിച്ചു, അതാണ് എനിക്ക് അനുവദിച്ചു തന്നത്. ഞാൻ വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അത് നാച്ചുറൽ, അതിൻ്റെ ഒരു വൈകല്യമാണ്. എനിക്ക് ഈ ലോകത്ത് അനുവദിച്ചു തന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കും. അതിന്റെ പുറകിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? സർവനാശം ഉണ്ടാവുള്ളൂ, യാതൊരു അംശമില്ല. അപ്പോ ഇത് എല്ലാ മേഖലകളിലും വരും. ഇനിയിപ്പോ സൊസൈറ്റിയിൽ എനിക്ക് ഒരു വലിയൊരു സ്ഥാനം വേണം എന്നുള്ള മോഹത്തിൽ എനിക്ക് എന്താണോ യഥാർത്ഥത്തിൽ അർഹിക്കുന്നത്, ഞാൻ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ഇതിനേക്കാൾ കൂടുതൽ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ എന്തെങ്കിലും കൂടുതൽ ആവശ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെയും എനിക്ക് ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാവും, ഇൻസൾട്ടുകളൊക്കെ ഉണ്ടാവും. കാരണം ബാക്കിയുള്ളവരൊന്നും അംഗീകരിച്ചോളന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആണ്. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഞാനീ പറഞ്ഞ 3 കാര്യങ്ങൾ, ഒന്ന്
ഫൈനാൻഷ്യൽ ഇതിന്റെ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റിന്റെ അമിതമായ പ്രയോഗമാണ്. രണ്ടാമത് പറഞ്ഞ് സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റിന്റെ അമിതമായ ആഗ്രഹമാണ്. ഇപ്പം പറഞ്ഞ് മൂന്നാമത് പറഞ്ഞ സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റിന്റെ അമിതമായ ഉപയോഗം. ഇതിനൊക്കെ നമ്മൾ ശ്രമിക്കുമെന്നാണ് ശ്രമിക്കുന്നത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ മനുഷ്യന് സ്വഭാവ വൈകല്യങ്ങളുടെ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാന്ന്. അതാണ് ഈ അളവാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. ഓക്കെ. ഇനി നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായും നമ്മുടെ നാശത്തിലേക്കുള്ള പതനങ്ങൾക്ക് മാപ്പ് നൽകും. ഇഫ് ആസ് ഗോഡ് വിൽ സർട്ടൻലി ഫോർഗീവ് അവർ ഡെറിലിക്ഷൻസ്. അപ്പൊ അത് ശരിയാണത്. നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മളിതിനെ തിരിച്ചറിഞ്ഞ് നമ്മളതിനോട് ഈശ്വരനോട് നമ്മൾ ക്ഷമയാചിക്കുക. ആ പ്രാർത്ഥനയിൽ കൂടെ, അത് ഇല്ലെങ്കിൽ ധ്യാനങ്ങളുടെ സമയത്ത്, ചില സമയത്ത് ഡിസ്ട്രാക്ഷൻ വരുന്ന ടൈമിലൊക്കെ ഇങ്ങനത്തെ പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അതിനൊക്കെ മാപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഉദാഹരണത്തിലും അവൻ നമ്മെ മഞ്ഞുപോലെ വെണ്മയുള്ളവരാക്കുകയോ നമ്മുടെ സഹകരണം കൂടാതെ ആ മാർഗം നമുക്കായി സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല. നമ്മളുടെ സഹകരണം കൂടാണ്ട് എന്നെ എല്ലാം ദൈവം നേരേക്ക് കൊള്ളുന്നു വിചാരിക്കരുത് എന്ന്. താൻ പാതി ദൈവം പാതി പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഞാൻ കോപ്പറേറ്റ് ചെയ്യണം, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യണം, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫലം കിട്ടും. അല്ലാതെ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കിട്ടില്ല. അതുകൊണ്ട് ഇവിടെയാണ് ഈ നമ്മളുടെ 4th and 5th സ്റ്റെപ്പിന്റെ വളരെയധികമുള്ള പ്രാധാന്യം. ആ 5th സ്റ്റെപ്പിൽ കൂടെ കണ്ടെത്തുന്ന ഈ പറയുന്ന ക്യാരക്ടർ ഡിഫക്റ്റുകളെ യഥാർത്ഥത്തിൽ അതായിട്ട് അംഗീകരിക്കുന്നതിന്റെ ആവശ്യമില്ല. ഇവിടെയാണ് പറഞ്ഞത്. നോക്കൂ, എത്ര ഇൻ ഡെപ്ത്, എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമായിരിക്കും. പല കാര്യങ്ങളും ഇതുപോലെ ചെയ്യണം. ക്യാരക്ടർ ബിൽഡിംഗ് ആണ് എല്ലാം എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ. പക്ഷേ അത് സാധിക്കുന്നില്ല. വൈ? കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ അവിടെ എവിടെയോ ലാക്കിംഗ് ഉണ്ടാവാം. ആ നമ്മളുടെ പ്രവർത്തനങ്ങളിലെ ലാക്കിംഗ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മളുടെ ബോധതലത്തിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള എന്താ പറയുക, ധാരണയിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ ഒക്കെ ഈ സംഭവിക്കാം. ഇവിടെയൊക്കെ എഗെയിൻ WHO, വില്ലിങ്നെസ്, ഓണസ്റ്റി ആൻഡ് ഓപ്പൺ മൈൻഡഡ്നെസ് എന്നുള്ള അത് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് ഇതിൽ പറയാനുള്ളത്. അത് കഴിഞ്ഞ് നോക്കാം ഇതെന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 204, ദ ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. ക്യാരക്ടർ ഡിഫക്ട്സ് ആണ് ഒന്ന് സൂചിപ്പിക്കുന്നത്. ക്യാരക്ടർ ഡിഫക്ട്സ്, പിന്നെ വർക്കീവ്നെസ്, നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ്. ഈ ക്ഷമിക്കാനുള്ള കഴിവ് നമ്മളോട് തന്നെ ഉണ്ട്. മറ്റുള്ളവരോട് മാത്രമല്ല, നമ്മളോട്. ഗ്രോത്ത്, നമുക്ക് വരുന്ന വളർച്ച. ഹയർ പവർ, നമ്മളെക്കാൾ വലിയ ആശ. ഈ കാര്യങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ആഡ് ചെയ്യാനോ എന്നുണ്ടെങ്കിൽ പ്ലീസ്. അറിയില്ല, ഒന്നുമില്ല. ഓക്കെ, ഒരു പേജ് കൂടി പോകാം. 205. ഇത് അഗെയിൻ വെർച്യു ആൻഡ് സെൽഫ് ഡിസെപ്ഷൻ. നമ്മളുടെ ചില നന്മകൾ അല്ലെങ്കിൽ നമ്മളുടെ ചില ഗുണഗണങ്ങൾ ആൻഡ് സെൽഫ് ഡിസെപ്ഷൻ, സ്വയം വഞ്ചിക്കുന്ന പരിപാടി. അതാണ് പറയുന്നത്. ഇത് എടുത്തിട്ടുള്ളത് ഗ്രേപ്പ് വൈൻ, ഓഗസ്റ്റ് 1961. നോക്കട്ടെ ഏതാണ് ലേഖനം. ഗ്രേപ്പ് വൈൻ, ഓഗസ്റ്റ് 1961. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം. ഇത് ലേഖനം തുടങ്ങുന്ന പേജ് നമ്പർ 259-ലാണ്. 260-ലാണ് ഈ പറഞ്ഞ ഇതിൽ എടുത്തിട്ടുള്ള ആ പ്രസക്തമായ പാരഗ്രാഫ് ഉള്ളത്. അതന്നെ എഡിറ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ വായിക്കാം. മറ്റേത് ഫുൾ പാരഗ്രാഫിൽ ചില വരികളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവാം, ചില വരികൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ വായിക്കാം. ഒരു മിനിറ്റ്, ഇത്തിരി വെള്ളം കുടിക്കും.
ഈ ഗ്രേപ്പ് വൈനിൽ ഈ 1958 ശേഷം വന്നിട്ടുള്ള പല ആർട്ടിക്കിൾസ് 62 വരെയുള്ള ആ ഒരു 3-4 വർഷത്തെ ആർട്ടിക്കിൾസ് ഒക്കെ അതിഗംഭീരമായ ആർട്ടിക്കിൾസ്. അതിൽ നിന്നാണ് ഒരു 5 ആർട്ടിക്കിള് സെലക്ട് ചെയ്തിട്ട് ഗ്രേപ്പ് വൈൻകാരന്റെ ബില്ല് ബെസ്റ്റ് ഓഫ് ബിൽ എന്നും പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതില്ല, ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷനും എൻ്റെ ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഓഫ് ബിൽ കൊണ്ട് 5 അല്ല 7 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ 5 എന്തായാലും അത് മലയാളത്തിൽ കൂടി വന്നിരുന്നു. അത് പണ്ട് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്തുള്ള ചർച്ചിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഫ്രൈഡേ മീറ്റിംഗിലെ ഗ്രൂപ്പിന്റെ പേരെനിക്ക് പോകുന്നത്. അവരാണത് സംവേർ 2004-ലോ 2003-ലൊക്കെ തർജ്ജമ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നല്ല വർത്ത് ലേഖനങ്ങളാണ് ഇത്. അപ്പൊ ഇത് നോക്കാം, ഇത് ഏത് ലേഖനം എന്താണ്? ദിസ് മാറ്റർ ഓഫ് ഓണസ്റ്റി. ഗംഭീരനോ ആണ്. Virtue and self-discipline. I used to take comfort from an exaggerated belief in my own honesty. My New England kinfolk had taught me the sanctity of all business commitments and contracts, saying, a man's word is his bond. After his rigorous conditioning, business honesty always came easy. I never flim-flammed anyone. However, this small fragment of readily won virtue did produce some interesting liabilities. I never failed to whip up a fine contempt for those of my fellow Wall Streeters who were prone to shortchange their customers. This was arrogant enough, but the ensuing self-discipline proved even worse. My prized business honesty was presently converted into a comfortable cloak under which I could hide the many serious flaws that beset other departments of my life. Being certain of this one virtue, it was easy to conclude that I had them all. For years on end, this prevented me from taking a good look at myself. നോക്കൂ, LW അദ്ദേഹത്തിനെ കുറിച്ചുള്ള അതിഗംഭീര ഷെയറിംഗ് ആണ്. എന്താണോ? I used to take comfort from an exaggerated belief in my own honesty. എൻ്റെ സ്വന്തം ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധതയെ കുറിച്ച് വളരെ എക്സാജറേറ്റഡ്, എന്താ പറയുക, പൊങ്ങച്ചത്തിൽ അധിഷ്ഠിതമായതോ അല്ലെങ്കിൽ ഊതിവീർപ്പിച്ച രീതിയിലുള്ള വേറൊരു മലയാളം വാക്ക് എനിക്ക് ഓർമ്മയില്ല. ഐ യൂസ് ടു ടേക്ക് കംഫർട്ട്. അപ്പൊ അങ്ങനെ ഒരു അവനവനെ കുറിച്ച് തന്നെ ഒരു ഇമേജ് ഉണ്ടാക്കി വെക്കും. ഞാൻ എന്തോ അതിഗംഭീരമായിട്ടുള്ളൊരു ഓണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. അതിൽ നിന്ന് അദ്ദേഹം എന്താണ് സുഖം കണ്ടെത്തിയിരുന്നു, സമാധാന സുഖം. ഐ യൂസ് ടു ടേക്ക് കംഫർട്ട് ഫ്രം ആൻ എക്സാജറേറ്റഡ് ബിലീവ് ഇൻ മൈ ഓൺ ഓണസ്റ്റി ആണ്. മൈ ന്യൂ ഇംഗ്ലണ്ട് കിൻഫോക്ക് had taught me the sanctity of all business commitments and contracts, saying, a man's word is his bond. ഒരു മനുഷ്യന്റെ വാക്കാണ് അയാളുടെ എന്താ പറയുക ധാർമ്മികതയുടെ അടയാളം എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം അയാളുടെ ന്യൂ ഇംഗ്ലണ്ട്, LW ജനിച്ചതും ജീവിച്ചൊക്കെ ന്യൂ ഇംഗ്ലണ്ടിലുള്ള വെർമോണ്ടിലാണല്ലോ. അപ്പോൾ ആ ന്യൂ ഇംഗ്ലണ്ട് പ്രവിശ്യയിലുള്ള ആൾക്കാർ അവിടുത്തെ ഒരു ചൊല്ലായിരുന്നു അത്. അവരന്ന് മുതൽ ആ നാട്ടുകാർ പറഞ്ഞിരുന്നത് ചൊല്ലായിരുന്നു. ഒരാളുടെ വാക്കാണ് അയാളുടെ യഥാർത്ഥത്തിലുള്ള എന്താ പറയുക ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അയാളുടെ ഉറപ്പ്, ഉറപ്പിന്റെ ഉറപ്പല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. എനിവേ, ആഫ്റ്റർ ദിസ് റിഗറസ് കണ്ടീഷനിങ്, ബിസിനസ് ഓണസ്റ്റി ഓൾവേസ് കെയിം ഈസി. ഐ നെവർ ഫ്ലിം-ഫ്ലാംഡ് എനിവൺ. അപ്പൊ ഈ ഒരു റിഗറസ് കണ്ടീഷനിങ് ചെറുപ്പത്തിലുള്ള കണ്ടീഷനിങ് ആണ്. അതുകൊണ്ട് എന്തുണ്ടായി, കച്ചവടത്തിലുള്ള സത്യസന്ധത വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമായി വെല്ലവിളിന്. ഐ നെവർ ഫ്ലിം-ഫ്ലാംഡ് എനിവൺ. ഒരാളെയും തരികട കളിപ്പിച്ചിട്ടില്ല, ഒരാളെ പറ്റിക്കുക അങ്ങനെ ചെയ്തിട്ടില്ല. However, this small fragment of readily won virtue did produce
സം ഇൻട്രസ്റ്റിംഗ് ലയബിലിറ്റീസ്. ഈ ഒരു ഗുണഗണങ്ങൾ, ഈ ഒരു നന്മയോടുള്ള ഈ ഒരു ഗുണം എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ, ഈ ഒരു ചെറിയ ഗുണം, ഫ്രാഗ്മെന്റ് ഓഫ് റെഡിലി വൺ വെർച്യൂ, അത് ഓൾറെഡി പെട്ടെന്ന് വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചെറിയ ഒരു നന്മ എന്തുണ്ടായി? ഡിഡ് പ്രൊഡ്യൂസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ലയബിലിറ്റീസ്. ചില താല്പര്യപ്പെടാവുന്ന രീതിയിലുള്ള ചില ബാധ്യതകളായി പരിണമിച്ചു. പിന്നീട് താല്പര്യം വന്ന് അതിലേക്ക് ഇതിന്റെ താല്പര്യം എടുക്കേണ്ടി വന്ന ആയിട്ടുള്ള ലയബിലിറ്റി ആയിരുന്നു, ബാധ്യതയായി. I never fail to whip up a fine contempt for those of my fellow Wall Streeters who were prone to shortchange their customers. ഞാൻ ഒരിക്കലും അതായത് ഇദ്ദേഹം വാൾ സ്ട്രീറ്റിലെ ഒരു ബ്രോക്കർ ആയിരുന്നല്ലോ. അപ്പൊ ആ മറ്റു ബ്രോക്കർമാര്, അതായത് കസ്റ്റമേഴ്സിനെ അത്യാവശ്യം വഞ്ചിക്കും, ചതിക്കും, പറ്റിക്കും ഒക്കെ ചെയ്തിരുന്ന മറ്റ് ബ്രോക്കേഴ്സിനെ ഒരിക്കലും ചൂണ്ടിക്കാണിക്കാനോ അവരെ കുറ്റം പറയാനോ അവരെ എവിടെയെങ്കിലും വെച്ച് അവമാനിക്കാനോ, വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടവാറുണ്ടടിക്കുക എന്നാണ് അതിന്റെ ഇത്. പക്ഷെ കോൺടെക്സ്റ്റ് അനുസരിച്ചിട്ട് ആശയപരമായ അർത്ഥത്തിൽ അവരെ അപമാനിക്കുക എന്നൊക്കെ എടുക്കാം. അപമാനിക്കാനോ എവിടെയൊക്കെ ചാൻസ് കിട്ടി അവിടെയൊക്കെ ചെയ്തിരുന്നു. അവരെ അപമാനിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതാണ് ഐ നെവർ ഫെയിൽഡ് പറഞ്ഞത്. നെഗറ്റീവ് ഐ നെവർ ഫെയിൽഡ്. ഞാൻ ഒരിക്കലും അതിൽ പരാജയപ്പെട്ടിട്ടില്ല. എന്തിന്? അവരെ കുറ്റപ്പെടുത്തുന്നതിന്. ഓക്കെ, ദിസ് വാസ് അറഗന്റ് ഇനഫ്, ബട്ട് ദ എൻസ്യൂയിങ് സെൽഫ് ഡിസെപ്ഷൻ പ്രൂവ്ഡ് ഈവൻ വേഴ്സ്. ഇത് വളരെ ധാർഷ്ട്യത്വവും അഹങ്കാരമുള്ള ഒരു കാര്യമായിരുന്നു ഈ ചെയ്തിരുന്നത്. പക്ഷേ അതിനേക്കാൾ അപകടം എന്താണെന്നുണ്ടെങ്കിൽ ഇതുമൂലം ഉണ്ടായി വരുന്നിരുന്ന ആത്മവഞ്ചന. ഈ ആത്മവഞ്ചന ഏറ്റവും വലിയ വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് പരിണമിച്ചത്, അല്ലെങ്കിൽ പിന്നീട് തെളിഞ്ഞത്. ഓക്കെ, my prized business honesty was presently converted into a comfortable cloak under which I could hide the many serious flaws that beset other departments of my life. വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഈ ഒരു ഓണസ്റ്റി, ഈ ഒരു സത്യസന്ധത എന്നുള്ളത് അതിന് എന്തായി? വാസ് പ്രസന്റ്ലി കൺവേർട്ടഡ് ഇൻ ടു എ കംഫർട്ടബിൾ ക്ലോക്ക്. ഒരു വലിയ ഒരു മൂടിയ ക്ലോക്ക് എന്ന് പറഞ്ഞത് കോട്ട്, ഓവർകോട്ട് പോലത്തെ ഒരു സാധനം. അങ്ങനെ ഒരു അതിനെ മറയ്ക്കാനുള്ളൊരു വസ്തുവാക്കി മാറ്റി. അതായത് അവനവനിലുള്ള മറ്റ് ഫ്ലോസിനെ, മറ്റ് പോരായ്മകളെയും മറ്റു കുഴപ്പങ്ങളെയും മറയ്ക്കാനുള്ള വലിയ ഒരു എന്താ പറയാ, ഒരു ക്ലോക്ക് പോലെ, ക്ലോക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഒരു കോട്ട് പോലെ ഇട്ട് മറയ്ക്കാൻ പോലെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ഈ സത്യസന്ധതയെ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. കുടിക്കുന്ന കാലത്താണ് ഞാൻ സർവീസിൽ ഉള്ള കാലത്ത് എനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. അവിടെ ആ റെസ്പോൺസിബിലിറ്റീസിൽ കറപ്ഷന് ധാരാളം ചാൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ എനിക്ക് തൊട്ട് മുമ്പ് ആ പൊസിഷനിലുണ്ടായിരുന്ന ഹൈലി കറപ്റ്റഡ്. അതിന് തെളിവുകൾ ധാരാളമുണ്ട്. അയാളുടെ കറപ്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് എന്നെ അവിടെ നിയമിച്ചത് ആ സമയത്ത്. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എനിക്കും ചില സത്യസന്ധമായുള്ള ചില കാര്യങ്ങൾ ബൈ വെർച്യൂ എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല എങ്ങനെയാണ്. അപ്പൊ ആ കാലത്ത് ഞാൻ ഈവൻ ആ സമയത്ത് ഡ്യൂട്ടിക്കും അവിടെ ബിസിനസ് അവേഴ്സിലും ഒക്കെ ഞാൻ കുടിച്ചിട്ട് പോയിരുന്നു. ഈ കുടിച്ചിട്ട് പോയതിനെ കുറിച്ചിട്ടും ആ കുടിച്ചിട്ട് പോകുമ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്ന ചിലപ്പോൾ ഉള്ള ചില രീതി, അഹങ്കാരത്തോടു കൂടി ധാർഷ്ട്യത്തോടു കൂടി പെരുമാറുന്ന രീതി ഒക്കെ ചില സ്ഥലങ്ങളിൽ കംപ്ലൈന്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ എന്നെ എൻ്റെ സുപ്പീരിയേഴ്സ് വിളിച്ചു. ഒരു ദിവസം വിളിച്ച് ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അശോകനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഞാൻ ഇതേ എൻ്റെ ഓണസ്റ്റി ഞാൻ അവിടെ ക്ലോക്കായിട്ട് ഉപയോഗിച്ചു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാൻ അവിടെ പറഞ്ഞ വാചകം, നോ ബഡി കൻ ക്വസ്റ്റ്യൻ മൈ ഇന്റഗ്രിറ്റി. ഓക്കെ, എൻ്റെ അടുത്ത് ആരെങ്കിലും കറപ്ഷനും ഇതിനായിട്ട് വരുന്ന സമയത്ത് ഞാൻ രണ്ടുപേരെ ഓടിച്ചു വിട്ടു. വളരെ അഹങ്കാരത്തോടു അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ അതെങ്ങനെ ഷൗട്ട് ചെയ്തു. ഇവർ കൈക്കൂലി എന്നുള്ള നിലയ്ക്ക് തരാൻ വേണ്ടി വന്നതാണ്. അവരെ ഞാൻ പബ്ലിക് ഷൗട്ട് ചെയ്തു. നേരെ വെച്ച് അവരോട് പോകാൻ പറഞ്ഞാൽ എനിക്ക് പതുക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് അറിയില്ലല്ലോ, പതുക്കെ പറയാൻ അറിയില്ല.
ഞാൻ പതൊക്കെ പറഞ്ഞ പറവൂര് അതായിരുന്നു എൻ്റെ അവസ്ഥ. ഇപ്പോഴും ഏകദേശമൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ അവരെ ഓടിച്ചു. അങ്ങനെ പ്രശ്നമൊക്കെ ആകെ പ്രശ്നമല്ല, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തോളം പലരും എന്നെ സഹിച്ചപ്പോൾ എൻ്റെ ചില സുപ്പീരിയേഴ്സിനെ അവർ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആ എൻ്റെ രണ്ട് സുപ്പീരിയേഴ്സ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നോട് വളരെ പ്രൈവറ്റ് ആയിട്ട് അവരുടെ ഓഫീസ് റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് ഡിസ്കഷന് വേണ്ടി വിളിച്ചു വരുത്തി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു, ഇങ്ങനൊരു കുഴപ്പമുണ്ട്, യു ഹാവ് സച്ച് എ ഫ്ലോ, ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്, ഇങ്ങനെ കംപ്ലൈൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അവനെ ഡിഫെൻഡ് ചെയ്തത് എങ്ങനെയാണ്, ഈ രീതിയിൽ തന്നെയാണ്. കാരണം യു കനോട്ട് ക്വസ്റ്റ്യൻ മൈ ഇന്റഗ്രിറ്റി. എൻ്റെ സത്യസന്ധതയും എന്നോടുള്ള പ്രതിബദ്ധതയൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തത്തിനോട് ഞാൻ കാണിക്കുന്ന പ്രതിബദ്ധത നിങ്ങൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനെ ഒരു മൂടിയായി ഉപയോഗിച്ചിട്ട്, അതിനെ ഒരു മറയായി ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം, ധാർഷ്ട്യം, ഇല്ലെങ്കിൽ ഒരു ജാതി ബിഹേവിയറൽ എന്തായാലും പറയാ, പെരുമാറ്റ വൈകല്യങ്ങളെല്ലാം, സ്വഭാവ വൈകല്യത്തിന്റെ പുറമെ പെരുമാറ്റം കൂടി മഹാമോശമായിട്ടുള്ള പെരുമാറ്റം, ഇതിനൊക്കെ ഞാൻ മൂടി വെക്കാനായിട്ട് ആ ഒരു ഇന്റഗ്രിറ്റി എന്നുള്ളൊരു വസ്തുവിനെ ഞാൻ അന്ന് ഉപയോഗിച്ചു. എനിക്ക് ഓർമ്മ ഉണ്ട്, ഇതിപ്പോൾ വായിച്ചപ്പോഴേക്ക് പെട്ടെന്ന് ഓർമ്മ. ഓക്കെ, ഇനി അതാ പറഞ്ഞ ഇവിടെ ബിൽഡബ്ല്യൂ പറഞ്ഞ, മൈ പ്രൈസ്ഡ് ബിസിനസ് ഓണസ്റ്റി വാസ് പ്രസന്റ്ലി കൺവേർട്ടഡ് ഇൻ ടു എ കംഫർട്ടബിൾ ക്ലോക്ക് under which I could hide the very serious flaws ആണ് that beset other departments of my life. എൻ്റെ ജീവിതത്തിലെ മറ്റ് ഭാഗങ്ങളിൽ, മറ്റ് പല മേഖലകളിലും ഉണ്ടായിരുന്ന പല ഗൗരവതരമായ പല കുറവുകളെയും പല പോരായ്മകളെയൊക്കെ മറച്ചു വെക്കാനായിട്ടുള്ള ഒരു ഉപകരണമാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഓണസ്റ്റി ഉപയോഗിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ബിസിനസ്സിലുള്ള ഓണസ്റ്റി. Okay, being certain of this one virtue, it was easy to conclude that I had them all. അതാണ് ഏറ്റവും ഇതുപോലെ തന്നെ ഞാൻ കരുതിയിരുന്നത്. ബീയിങ് certain of this one virtue, ഈ ഒരു വെർച്യു എനിക്കുണ്ടെന്നുള്ള ഉറപ്പ് കൊണ്ട് എന്തുണ്ടായി, ഇറ്റ് വാസ് ഈസി ടു കൺക്ലൂഡ് ദാറ്റ് ഐ ഹാഡ് ദം ഓൾ. എല്ലാ വെർച്യൂസും എനിക്കുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ എത്തിച്ചേരാനായിട്ട് ഞാൻ ഇതിനെടുത്തു. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ എന്ത് മണ്ടത്തര വിട്ടിത്തരാ. ഒരു ഗുണമുണ്ടെങ്കിൽ, ഒരു നന്മയുണ്ടെങ്കിൽ, ആ ഒരു നന്മയെ വെച്ചിട്ട് ഞാൻ എല്ലാ ചെയ്യുന്നൊക്കെ നന്മ നിറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ എന്ന് ഞാൻ തന്നെ എന്നെ സ്വയം വിശ്വസിക്കുക. ഇതൊരു അപകടകരമായ അവസ്ഥയാണത്. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. എവിടെയാണ് ഈ 4th 5th 6th 7th ഒക്കെ സ്റ്റെപ്സ് കറക്റ്റായിട്ട് വരേണ്ടത്, പ്രവർത്തിക്കേണ്ട സ്റ്റെപ്പുകളാണ്. ഇനിയോ, ഫോർ ഇയേഴ്സ് ഓൺ എൻഡ് ദിസ് പ്രിവെന്റഡ് മീ from taking a good look at myself. എന്നൊരു കുറെ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ, അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കഴിയുന്നവരെ എന്നെ ഈ ഒരു ചിന്താഗതി, ഒരു ആത്മപരിശോധന, സ്വയം ആയിട്ട് ഒരു ഉള്ളിലോട്ടുള്ള തിരിഞ്ഞു നോട്ടത്തിനെ പ്രതിബന്ധമായി നിന്നു, അല്ലെങ്കിൽ അനുവദിച്ചില്ല. എത്രത്തോളം സീരിയസ് ആണ് നോക്കുക, ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഇത് എത്രത്തോളം ആ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന്. പേജ് നമ്പർ 205, വെർച്യു ആൻഡ് സെൽഫ് ഡിസെപ്ഷൻ. ഒന്ന്, ഇത് സൂചിപ്പിക്കുന്നത് കംപ്ലൈസൻസിയാണ്. കംപ്ലൈസൻസി എന്ന് പറഞ്ഞാൽ പരിപൂർണത, കംപ്ലീറ്റ്. ഞാൻ കംപ്ലീറ്റ് ആയോ, എനിക്കിപ്പോൾ ഞാൻ എല്ലാം ആണ് ഒരു വിചാരം. 2, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. ആദ്യം മറ്റുള്ള പല ഷെയർ ബ്രോക്കർമാരും ഒക്കെ ചെയ്യുന്ന സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്തിരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ. പിന്നെ ഓണസ്റ്റി, സത്യസന്ധതയെക്കുറിച്ച് അല്ലെങ്കിൽ ആത്മാർത്ഥത. പിന്നെ ഇൻവെന്ററി, സ്വയമായിട്ടുള്ള ഇൻവെന്ററി എടുക്കുന്നതിനെ കുറിച്ച് ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇഫ് എനിബഡി want to add anything, you welcome. അല്ലെങ്കിൽ സമയമായി തുടങ്ങില്ല, കഴിഞ്ഞു. അതല്ല ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്റെ രക്ഷപ്പോ ഞാൻ ആൾക്കോളിക്കാണ്. അപ്പൊ ഈ ചേട്ടാ എപ്പോഴോ
ആദ്യത്തെ പേജ് വായിച്ചപ്പോഴാണെന്ന് അറിയില്ല. നമ്മുടെ സ്വാർത്ഥതയുടെ അളവ് അറിയുമ്പോഴാണ് നമ്മുടെ വീക്ക്നെസ്സുകൾ എല്ലാം അറിയാവുന്നതെന്നോ അങ്ങനെ കണ്ട ഒരു കാര്യമല്ലേ ക്യാരക്ടർ ഡിഫക്ട്സുകൾ തിരിച്ചറിയണേന്ന്. നമ്മുടെ ക്യാരക്ടർ ഡിഫക്ട്സുകളെ അളവിനെ അറിയണത് നമ്മളുടെ ജന്മവാസനകൾ എത്രത്തോളം എന്താ പറയുക വന്യമായി തീർന്നു എന്നുള്ളതിന് അനുസരിച്ചാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇതിന്റെ തന്നെ വേറൊരു രീതിയിലും പറഞ്ഞിട്ടുണ്ട് ബിൽ ഡബ്ല്യു. ഒരാൾക്ക് ഇതിനെ തന്നെ വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. 11th and 12th സ്റ്റെപ്പിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ബിൽ ഡബ്ല്യു പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് എത്രത്തോളം വളർച്ച കിട്ടുന്നു എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അയാൾ കൈവരിച്ചിട്ടുള്ള വിനയത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും അളവെടുത്താൽ മതി. അപ്പൊ അയാൾക്ക് എത്രത്തോളം വളർച്ച കിട്ടും. അപ്പൊ ഇവിടെ അത് തന്നെയാണ് വിനയം എന്നുള്ളതിലേക്ക് എത്തിച്ചേരാത്ത ഒരവസ്ഥയെ കുറിച്ചാണ്. ജന്മവാസനകൾ എത്രത്തോളം എന്നെ നയിക്കുകയാണെങ്കിൽ, അതായത് എൻ്റെ ആവശ്യത്തിൽ കൂടുതൽ നയിക്കുകയാണെങ്കിൽ അതിന് അളവെടുക്കാൻ പറ്റുന്ന ഏകദേശം അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് 12 പറഞ്ഞിട്ടുള്ള കാര്യം. ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പൊ അതല്ല. അപ്പൊ ഓക്കെ, ശരി. 4ാമത്തെ പടിയിലുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് ആണെങ്കിൽ പോലും നമുക്കത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ഡിഫക്ട്സുകളെ, അല്ലേ? പ്രത്യേകിച്ച് നമ്മള് അതെ. അപ്പൊ മാത്രല്ല എഗെയിൻ നമ്മൾ 10ാം പടിയിൽ അനുവർത്തിക്കുന്ന എന്താണ്? 4 to 9 വരെയുള്ള പടികൾ നമ്മൾ തുറന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈ ഓൾവേസ് മെയിൻറ്റെയിനിങ് അസ് ഓൺ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്പ്. നമ്മൾ 1, 2, 3 പടികളിൽ നിലനിന്നുകൊണ്ട് നമ്മൾ 4 മുതൽ 9 വരെയുള്ള പടികളെ അനുവർത്തിച്ചും കൊണ്ടുള്ള ജീവിതം നിരന്തരം ജീവിക്കുന്നതാണ് 10ാം പടി. അപ്പൊ ആ 10ാം പടിയിലത്തെ ലേഖനത്തിനാണ് ഇത് എടുത്തിട്ടുള്ളത്. 10ാം പടിയും 6ാം പടിയും രണ്ട് കാര്യങ്ങൾ എടുത്തിട്ടുള്ള 2 ലേഖനങ്ങൾ. അപ്പൊ അവിടെ ഇത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ പോകണം. അതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞ നമ്മൾ 3 വെർച്യൂസ് നമുക്കുണ്ടാവണം. വെർച്യൂസ് അല്ല, 3 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. 1, ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ദേ ആർ. 2, ലെറ്റ് ഗോ. 3, റിലൈ ഓൺ എ ഹയർ പവർ. ഈ 3ഉം അപ്പൊ 1, 3, 2 പടികൾ. ആദ്യം പറഞ്ഞ 1, പിന്നെ പറഞ്ഞ 3, പിന്നെ പറഞ്ഞ 2. ഇത് 3ഉം ആയിട്ട് അതിന്റെ കൂടെ നമുക്ക് വേണ്ടത് എന്താണെങ്കിൽ ഓൾവേസ് ബി വിജിലന്റ്. അവനവനിലേക്ക് തന്നെ വളരെ അധികം ജാഗ്രതയോടുകൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുക. എൻ്റെ ചിന്തകളിൽ എവിടെയെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ, എൻ്റെ വാക്കുകളിൽ കുഴപ്പമുണ്ടോ, എൻ്റെ പ്രവൃത്തിയിൽ കുഴപ്പമുണ്ടോ. ദിസ് ഈസ് വാട്ട് ദ ഫുൾ പ്രോഗ്രാം. അതുകൊണ്ടാണ് 12th സ്റ്റെപ്പിന്റെ അവസാന വാചകം. നമ്മളുടെ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എയിം എന്താണ് എന്നുള്ളത് ഈ 12ാം പടിയിലെ ലേഖനത്തിന്റെ അവസാനത്തെ വാചകത്തില് അവസാനത്തെ പാരഗ്രാഫിലേക്ക് ശരിയായ ധാരണയാണ് ശരിയായ തത്വങ്ങളുടെയും ശരിയായ മനോഭാവങ്ങളിലേക്കുമുള്ള താക്കോൽ. ശരിയായ പ്രവൃത്തിയാണ് നല്ല ജീവിതത്തിലേക്കുള്ള താക്കോൽ. അതുകൊണ്ട് എയുടെ 12ാം പടിയുടെ പ്രമേയം നല്ല ജീവിതത്തിന്റെ ആനന്ദമാകുന്നു. ഓക്കെ, 12ാം പടിയുടെ പ്രമേയം എന്ന് പറഞ്ഞ ഈ ടോട്ടൽ പ്രോഗ്രാമിന്റെ, കാരണം 12ാം പടിയിൽ പറയുന്നത് തന്നെ മറ്റ് 11 പടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി അല്ലേ ഈ സന്ദേശം മറ്റു മധ്യാസക്തർക്ക് എത്തിക്കുകയും പിന്നീട് എന്താ ചെയ്യണം, നമ്മൾ ഈ തത്വങ്ങളെല്ലാം ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കാൻ ശ്രമിക്കും. അപ്പോൾ 12ാം പടി എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ പ്രോഗ്രാമായി. അപ്പൊ അതിന്റെ പ്രമേയം എന്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതത്തിന്റെ ആനന്ദമാണ്. ദാറ്റ്സ് ഓൾ. അത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അനാവശ്യമായ കാര്യങ്ങളൊന്നും പെടില്ല. ഇതാണ് ഞാൻ ചെയ്യുന്നത്. പലപ്പോഴും അതൊന്ന് വിട്ടുപോകാറുണ്ട്, സ്ലിപ്പ് ആവാറുണ്ട്, ഇല്ലാന്ന് പറയില്ല. പക്ഷെ വീണ്ടും അങ്ങനെ എത്താറുണ്ട്. ഇല്ലെങ്കിൽ എത്താൻ ശ്രമിക്കാറുണ്ട്. ചേട്ടാ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ, അപ്പൊ അധ്യാസക്തനാണ്, പേര് ജോസഫ്. നമ്മുടെ ഈ 205ന്റെ അവസാനം അത് ഞാൻ എൻ്റെ നെറ്റ് പോയി, അതുകൊണ്ടാണ്. ഈ
for years on end. This prevented me from taking good look at myself എന്ന് ഉദ്ദേശിക്കുന്നില്ല. അയാൾക്ക് ആ സത്യസന്ധത ഒരു കവചമായിട്ട് അല്ലെ പൂർണ്ണമായിട്ട് പാലിക്കാൻ പറ്റിയില്ലെന്നാണ്. അതെങ്ങനെയാ കൺക്ലൂഡ് ചെയ്തതെന്ന് എനിക്ക് അല്ല മനസ്സിലായി. അല്ല 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 അതെന്താണെന്നുണ്ടെങ്കിൽ ഈ സത്യസന്ധതയെ ഒരു കവചമാക്കി വെച്ചു പുള്ളി. അങ്ങനെ വെച്ചു കഴിഞ്ഞപ്പോ being certain of this one virtue, it was easy to conclude that I had them all. എനിക്കപ്പോൾ എല്ലാം ഉണ്ടായി എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതായത് ഞാൻ പരിപൂർണനാണെന്ന് അദ്ദേഹത്തിന് തോന്നി. കംപ്ലൈസൻസി അതാണ്. ഫോർ ഇയേഴ്സ് ഓൺ എൻഡ് ദിസ് പ്രിവെന്റഡ് മീ ഫ്രം ടേക്കിംഗ് എ ഗുഡ് ലുക്ക് അറ്റ് മൈസെൽഫ്. അപ്പൊ ഞാൻ പരിപൂർണനാണെങ്കിൽ പിന്നെ എനിക്ക് എന്നെ കുറിച്ച് എന്നെ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു ബിസിനസ്സിലുള്ള ഒരു സത്യസന്ധത എന്നുള്ള ആ ഒരു ഗുണത്തിനെ വെച്ചിട്ട് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും നന്മയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു സ്വയം പരിശോധനയ്ക്ക് തയ്യാറായില്ല. കേട്ടോ സാർ? തയ്യാറാകണമെന്നല്ലേ അതിനർത്ഥം. അതിന്റെ ഒരു സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകേണ്ടതാണെന്നല്ലേ അതിന്റെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ആകേണ്ടതാണ്. അതായത് ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. അതായത് എനിക്ക് ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാ ഗുണവും എന്നിലുണ്ടെന്നല്ല. ആ ഒരു ഗുണത്തിനെ മറയാക്കി പിടിച്ചിട്ട് ഞാൻ മറ്റ് എന്റെ വൈകല്യങ്ങളെ എന്താ പറയാ ഇത് ചെയ്യരുത്. അപ്പൊ നേരെ മറിച്ച് ഞാൻ എന്താ ചെയ്യുന്നത്, ആ ഗുണമുണ്ട്, ഓക്കെ, അതിനെ ഗുണത്തിന്റെ ലിസ്റ്റിൽ പെടുത്തുക. ഇനി ഇപ്പുറത്ത് മറ്റു ലിസ്റ്റ് എടുക്കുക, എന്റെ എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്നുണ്ട്. ആ കുഴപ്പങ്ങളുടെ ലിസ്റ്റിലേക്ക് വേറെ പോകും. എല്ലാവരും കുഴപ്പങ്ങൾ മാത്രമുള്ളവരല്ലോ, ഗുണങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ആ ഗുണത്തിനെ ഒരു മറയാക്കി പിടിക്കരുത്, അത്ര ഉള്ളൂ. ചേട്ടാ ഒരു ചോദ്യം കൂടി. ചേട്ടാ ഇപ്പൊ നമ്മുടെ ജോസഫ് സാറൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങള് ഞാനെത്തി കുറെ കാലം കഴിഞ്ഞപ്പോ സാറെത്തി. അപ്പൊ ഈ ഇപ്പൊ അശോകൻ ചേട്ടൻ മറ്റേ വീടിന്റെ ലോണിന്റെ കേസ് കൊടുത്തപ്പോ ഞാൻ ഓർക്കും. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വീടിന് ലോൺ ഉണ്ടായിരുന്നു, അത് അടഞ്ഞു പോവോ. പ്രത്യേകിച്ച് UK ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഓർക്കണ്ടല്ലോ, അപ്പൊ ഞാൻ കുറെ കാലം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടി. അപ്പൊ ഞാൻ ഈ സാറിനോട് ചോദിച്ചപ്പോ അശോകൻ ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഓർക്കുക, സാറിനോട് ഞാൻ ചോദിച്ചു, സാറെ എങ്ങനെ ജപ്തി ചെയ്യുമ്പോ അവര് ചെണ്ടയൊക്കെ കൊണ്ടുവന്ന് ചെണ്ട അടിക്കൂലോ അല്ലേ? ഞാനും ജോസഫ് സാറും കൂടി ഞങ്ങള് കുറെ പേര് കൂടി എവിടെയോ ടൂർ പോവാ. ടൂർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എവിടെയോ ഞങ്ങൾ ഇങ്ങനെ പോവാറുണ്ടല്ലോ പല സ്ഥലങ്ങളിടെ. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, ചെണ്ട ഒടിച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കൂലേ? അപ്പൊ അത്രയ്ക്ക് ഭയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മള് റിസെന്റ്മെന്റിന് അല്ലെങ്കിൽ മറ്റ് സെക്സിന്റെ ഒക്കെ ലിസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ദ്രോഹിച്ച ലിസ്റ്റ് എടുക്കണം. എന്തുകൊണ്ടാണ് BW ആത്യന്തികമായിട്ട് നമ്മുടെ ഭയങ്ങളുടെ ലിസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു? പലപ്പോഴും എനിക്ക് ഒരു സംശയം ഉണ്ടാവും, എന്തിനാ ഈ ഭയം? ഇപ്പൊ നമ്മളിപ്പോ അത് കോമൺ ആയിട്ട് മനുഷ്യന് വരുന്നതല്ലേ, എന്തുകൊണ്ടാണ് പഴയ ഭയങ്ങളെ നമ്മൾ ലിസ്റ്റ് എടുക്കണേ? തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് അത് നമ്മളെ ദൈവത്തിലേക്ക് റിലേ ചെയ്യിപ്പിക്കാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? അതൊന്ന് വിശദീകരിക്കോ സാർ അശോകൻ ചേട്ടൻ? നോക്കൂ, ഭയം ഉൽപ്പാദിക്കപ്പെടുന്നത് എവിടുന്ന? ഒന്നുകിൽ ഞാൻ എന്തോ ആണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ നടക്കില്ല എന്നുള്ള ഇത് വരുമ്പോഴാണ് ഈ ഭയം വരുന്നത്. ഒരു വശത്ത്. വേറൊരു വശത്ത് വരുന്നത് ഇത് കുറ്റബോധങ്ങള് ആണ് ഭയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ കുറ്റബോധങ്ങളിൽ നിന്നും ഞാൻ മുക്തനായില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് തന്നെയുള്ള റോങ് ഇമേജിൽ നിന്ന് ഞാൻ മുക്തനായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ സംതൃപ്തി എന്ന് പറയുന്ന സാധനം കിട്ടില്ല. നമ്മളുടെ ആവശ്യം സംതൃപ്തിയും സമാധാനമാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇത് BW മാത്രമല്ല ഇത് പറഞ്ഞത്, ഇതൊരു യൂണിവേഴ്സൽ സൈക്കോളജിക്കൽ ട്രൂത്താണ്. ആദ്യകാലത്ത് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഇതിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വായിച്ചിട്ടുണ്ട്, സ്വാർത്ഥത എന്ന പുസ്തകം. എവിടെയോ ലൈബ്രറിയിൽ നിന്നും ബുക്ക് എടുത്ത് വായിച്ചതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ.
അപ്പൊ അതിൽ അന്ന് തന്നെ വായിച്ചിട്ടുണ്ട്, സ്വാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം നമുക്കില്ലെങ്കിൽ നമ്മളെല്ലാവരും വളരെ സന്തുഷ്ടരായിരിക്കും. എല്ലാവരും പ്രശ്നം സ്വാർത്ഥതയാണ്. അതിന്റെ കൂടെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് പറഞ്ഞു, അന്ന് സെക്സിന്റെയും കൂടി പറഞ്ഞു. അയാൾ പറഞ്ഞു ഒരു കൊച്ചിന് അമ്മ മുലയോട്ടുന്ന വരെ അമ്മയ്ക്ക് സെക്ഷുവൽ ആയിട്ടുള്ള ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട് എന്നൊക്കെ അയാൾ കണ്ടെത്തൽ പറഞ്ഞു. ഇപ്പൊ വിഷയം അതല്ല, എന്നാൽ കൂടി ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇത് തന്നെയാണ് പിന്നീട് വലിയ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മനഃശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയിൽ എടുത്തോളൂ, നോക്കിക്കോളൂ. ഒരു സൊസൈറ്റിയില് ഏറ്റവും അധികം പീസ് വേണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? സ്വാർത്ഥത ഇല്ലാത്ത ആൾക്കാരായിരിക്കണം. നിസ്വാർത്ഥരായിട്ടുള്ള ഒരു സമൂഹമാണെന്നുണ്ടെങ്കിൽ അവിടെ പൊതുവെ സമാധാനമായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഏഷ്യൻ കൺട്രീസിലെ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിനെ കൂടുതൽ ഹാപ്പി വേൾഡ് എന്നോ അല്ലെങ്കിൽ ഹാപ്പി നേഷൻസ് ഒക്കെ പറയുന്നത്? അതിന്റെ കാരണം എന്താണ്? അതിലൊക്കെ ഇപ്പൊ ഡെൻമാർക്ക് ആയാലും സ്വീഡൻ ആയാലും അതുപോലത്തെ അതിനൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ പറയുന്നത്. കൂടുതൽ ലക്സംബർഗ്, ഇപ്പുറത്ത് സ്കാൻഡിനേവിയൻ അല്ല ലക്സംബർഗ്, എന്നാൽ കൂടി അതിനൊക്കെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രീസ് ആയിട്ട് വന്നു. കാരണം എന്താണെന്ന് അവിടെ ഒരുവിധം കാര്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഭയമില്ല. ഭയമില്ലാത്തതിന്റെ ഒരു കാരണം എന്താണ്? ഒന്ന്, അവിടെ സാമ്പത്തികമായിട്ട് ഒരുവിധം ജോലി ചെയ്യുന്നവർക്ക് നല്ല കൂലി കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരുവിധം ജീവിച്ചു പോകാൻ പറ്റും. ആഗ്രഹങ്ങൾ കൂടുതലില്ല. ഇൻഡിവിജ്വൽസ് ആരും ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകുന്നവർ വളരെ കുറവേ കാണുള്ളൂ. ഒക്കെ സൈക്കിളിലൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് അവരുടെ എളിമയിൽ നിന്നിട്ട് അവർക്ക് ജീവിക്കാൻ അറിയാം, ഉള്ള വരുമാനം. പിന്നെ വേറെ കാരണങ്ങളുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ മതമില്ല, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഞാനല്ലേ പറഞ്ഞ പേടിപ്പെടുത്താനായിട്ട് പല കാര്യങ്ങളും ഇല്ല അവിടെ. അപ്പൊ അതൊക്കെ ഉണ്ട് ചില. അപ്പൊ ഈ ഭയം ഇല്ലെങ്കിലാണ് അവിടെ നമുക്ക് സന്തുഷ്ടി വരുന്നത്, സംതൃപ്തി. ഇതൊക്കെ ഒരു വളരെയധികം ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്റർകണക്റ്റഡ് ആണ്. ചേട്ടാ, അന്ന് ഒരു സംശയം. അത് അവിടെ മതമില്ലെന്നും അവിടെ ദൈവവിശ്വാസം ഇല്ലെന്നും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്നിട്ടും അവര് വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നു. നമ്മളിവിടെ പേടിച്ച് അവിടെ ഇതിന് പുറകെ പോകുന്നു. ദൈവവിശ്വാസം ഇല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഇല്ല. അവിടെ ആരും ദൈവവിശ്വാസം ഇല്ല പറഞ്ഞില്ല. പക്ഷെ ഈ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വാന്ന് പറഞ്ഞ പരിപാടി ഇല്ലത്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പ്രശ്നം. ഞാൻ എനിക്ക് പോകുന്നില്ല, അത് വലിയ കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആണ്. എനിക്ക് പോകുന്നില്ല. അല്ല, അവിടെയൊക്കെ സമൃദ്ധമായിട്ടില്ലേ ചേട്ടാ? ഉണ്ടാവണം. ഞാൻ പോയിട്ടില്ല, അത് എനിക്ക് അറിയില്ല കൃത്യമായിട്ട്. ഇവിടെ ഉള്ള പല ആൾക്കാരും ഉണ്ടാവില്ല, ആ ഭാഗത്തൊക്കെ പോയവരുണ്ടാവും, ടൂറെങ്കിലും പോയവരുണ്ടാവും. നെതർലാൻഡ്സ് ആയാലും അല്ലെങ്കിൽ സ്വീഡൻ ആയാലും പിന്നെ ഡെൻമാർക്കൊക്കെ ബെറ്റർ സ്ഥലമാണെന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ എയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം തരുന്നത്, നമ്മൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ സമാധാനം ഉണ്ടാവും. അതാണ് പഠിപ്പിക്കുന്നത്. അതിന് ഒരു പ്രത്യേക സ്ഥലം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. സമാധാനത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലാണ് സമാധാനം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് അവൈലബിൾ എവരിവെയർ. ഇതൊക്കെ ലോകത്തിന്റെ കണക്കെടുപ്പുകളല്ലേ, ഹാപ്പിയസ്റ്റ് കൺട്രി എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഓരോ കണക്കെടുപ്പ്. ഇതിലൊക്കെ പല പരിപാടികളും ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല, തട്ടിപ്പുകളുണ്ടാവും. ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവർക്കും. എനിക്ക് ഉറക്കം വരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, താങ്ക് യു. നിങ്ങളൊക്കെ ഗുഡ് ഡേ. ഓക്കെ. അപ്പം ജോസഫ് സാറേ പോയോ?